എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആഭരണങ്ങൾ ധരിക്കാമോ ഇല്ലയോ എന്നത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ എപ്പോഴും വലിയൊരു ചർച്ചാ വിഷയമാണ്. രക്ഷയ്ക്ക് ആഭരണം തടസ്സമല്ല എന്ന് പറയുമ്പോഴും ആഭരണം ധരിക്കാമെന്ന് പറയുന്നവരും ധരിക്കരുത് എന്ന് പറയുന്നവരും നമുക്കിടയിലുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാരിൽ ചിലർ ആഭരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത്? ഇതിന് പിന്നിലെ ചരിത്രപരമായ കാരണങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ സന്ദേശം നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ട് പെന്തക്കോസ്തുകാരിൽ ചിലർ ആഭരണം ധരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലർ പറയും ദൈവത്തിനു ഇഷ്ടമല്ല, പാപമാണ്, വാങ്ങാൻ പണമില്ല, അതുമല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങി തരാത്തതിനാൽ എന്നിങ്ങനെ നിരവധി അനവധി കാരണങ്ങൾ. എന്നാൽ ഒന്നാമത്തെ കാരണം ചരിത്രപരമായ പരിണാമമാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ഈ വിഷയത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഇന്ന് നമ്മൾ കാണുന്ന പല മതങ്ങളും ദൈവസങ്കല്പങ്ങളും ഉണ്ടാകുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് ശിലായുഗത്തിൽ തന്നെ, മനുഷ്യർ ആഭരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അന്നത്തെ മനുഷ്യർ ഇന്നത്തെ പോലെ സ്വർണമോ വെള്ളിയോ അല്ല ഉപയോഗിച്ചിരുന്നത്. പകരം കടൽ ചിപ്പികൾ, മൃഗങ്ങളുടെ പല്ലുകൾ, അസ്ഥികൾ, മനോഹരമായ കല്ലുകൾ എന്നിവ കൊണ്ടാണ് അവർ ആഭരണങ്ങൾ ഉണ്ടാക്കിയത്. അക്കാലത്ത് ഇതിന് യാതൊരുവിധ ജാതീയമായോ മതപരമായോ ആയ ആരാധനയുടെ പശ്ചാത്തലമില്ലായിരുന്നു. മറിച്ച് തങ്ങൾ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ പല്ലുകളും അസ്ഥികളും ധരിച്ചുകൊണ്ട് തങ്ങളുടെ വീരത്വവും വേട്ടയാടലിലെ വിജയങ്ങളും കാണിക്കാനും സ്വന്തം ഗോത്രത്തിലെ ഉയർന്ന സ്ഥാനം അല്ലെങ്കിൽ പദവി മറ്റുള്ളവർക്ക് മുന്നിൽ അടയാളപ്പെടുത്താനും വേണ്ടിയാണ് അവർ ഇത് ധരിച്ചിരുന്നത്. ശേഷം അത് പുരാതന മനുഷ്യന്റെ പ്രകൃതിയോടുള്ള ഭയവും അതിൽ നിന്ന് രൂപപ്പെട്ട രക്ഷാകവചങ്ങളും ആയി മാറി. അക്കാലത്ത് ശാസ്ത്രമോ വൈദ്യശാസ്ത്രമോ ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലായിരുന്നു. മാരകമായ രോഗങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, ഇടിമിന്നലും പ്രളയവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെ മനുഷ്യർ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ഈ ഭയത്തിൽ നിന്നാണ് തങ്ങളെ സംരക്ഷിക്കാൻ ചില പ്രത്യേക കല്ലുകൾക്കോ മൃഗങ്ങളുടെ അസ്ഥികൾക്കോ കൊമ്പുകൾക്കോ കഴിവുണ്ടെന്ന വിശ്വാസം അവരിൽ ഉടലെടുത്തത്. അങ്ങനെ അവർ അവ ശരീരത്തിൽ ധരിക്കാൻ തുടങ്ങി. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആഭരണധാരണം ഉണ്ടായത് പ്രകൃതിയോടുള്ള ഭയത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ നിന്നുമാണ്. അല്ലാതെ പിൽക്കാലത്ത് ഉണ്ടായതുപോലെയുള്ള ഏതെങ്കിലും പ്രത്യേക ജാതീയ ദൈവങ്ങളുടെ ആരാധനയിൽ നിന്നോ സങ്കല്പങ്ങളിൽ നിന്നോ ആയിരുന്നില്ല. എന്നാൽ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് നോക്കാം. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഈജിപ്ഷ്യൻ, റോമൻ, ഗ്രീക്ക് തുടങ്ങിയ വലിയ ജാതീയ സംസ്കാരങ്ങൾ, പേഗൻ സിവിലൈസേഷൻസ് ലോകത്ത് വളർന്നു വന്നു. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യർ അതുവരെ ധരിച്ചിരുന്ന ആഭരണങ്ങളിൽ തങ്ങളുടെ ജാതീയ ദൈവങ്ങളുടെ രൂപങ്ങളും ചിഹ്നങ്ങളും കൊത്തിവെക്കാൻ തുടങ്ങിയത്. ഉദാഹരണത്തിന് സൂര്യൻ, പാമ്പ്, ചന്ദ്രൻ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ പ്രത്യേക അടയാളങ്ങൾ എന്നിവ അവർ ആഭരണങ്ങളിൽ ഉൾപ്പെടുത്തി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. ആഭരണങ്ങൾ ജാതീയ ആരാധനയിൽ നിന്ന് ഉണ്ടായതല്ല, മറിച്ച് മനുഷ്യർ നേരത്തെ തന്നെ ധരിച്ചിരുന്ന ആഭരണങ്ങളിലേക്ക് ജാതീയ ചിഹ്നങ്ങളും വിഗ്രഹാരാധനയും പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ജാതീയതയും വിഗ്രഹാരാധനയും കലർന്ന ആഭരണധാരണം ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്ന ചിന്തയാണ് പിൽക്കാലത്ത് വചനപ്രകാരം ചില വിശ്വാസികളെ ഇതിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് സംഭവിച്ചത് ആഭരണങ്ങളുടെ പ്രായോഗികവും സാമ്പത്തികവുമായ മറ്റൊരു വശമാണ്. പഴയകാലത്ത് ഇന്നത്തെ പോലെ സുരക്ഷിതമായ ബാങ്കുകളോ ലോക്കറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർ തങ്ങളുടെ സമ്പത്തായ സ്വർണവും വെള്ളിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആഭരണങ്ങളാക്കി ശരീരത്തിൽ തന്നെ ധരിക്കാൻ തുടങ്ങി. വരും തലമുറകൾക്കായി സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഇത്. കൂടാതെ ആദ്യകാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കേവലം ഭംഗിക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് അവയ്ക്ക് ചില പ്രത്യേക ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ ഒതുക്കി നിർത്താൻ ഉപയോഗിച്ചിരുന്ന ഫിബുല എന്ന് വിളിക്കുന്ന പ്രത്യേക പിൻ, മുടി ഒതുക്കി വെക്കാനുള്ള ഹെയർ പിന്നുകൾ, രാജാക്കന്മാരും പ്രമാണികളും ഔദ്യോഗിക ഒപ്പുകളായി ഉപയോഗിച്ചിരുന്ന മുദ്രമോതിരങ്ങൾ എന്നിവയൊക്കെയായിരുന്നു അവ. എന്നാൽ കാലക്രമേണ ഈ ഉപയോഗപ്രദമായ വസ്തുക്കളെല്ലാം വലിയ ആഭരണങ്ങളായി പരിണമിക്കുകയാണ്
എവിടെയാണ് ഉണ്ടായത്? ഇനി ആദ്യകാല സഭാപിതാക്കന്മാർ ഇതിനെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡി 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്. അദ്ദേഹം എഴുതിയ ദി ഇൻസ്ട്രക്ടർ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ആഭരണധാരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആഭരണങ്ങൾ ധരിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയേക്കാൾ സ്വർണത്തിന് വില കൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം അതിൽ ഓർമ്മിപ്പിച്ചത്. സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും ധരിക്കുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തെ വളർത്തുമെന്നും ദൈവത്തിന്റെ സ്വാഭാവിക സൃഷ്ടിപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വാദിച്ചു. അതായത് പെന്തക്കോസ്ത് വിശ്വാസികളിൽ ചിലർ ആഭരണം ഒഴിവാക്കുന്നത് വെറുമൊരു പുതിയ ആചാരമല്ല, മറിച്ച് ആദ്യകാല സഭയിലെ പിതാക്കന്മാർ മുതൽക്കേ നിലനിന്നിരുന്ന ശക്തമായ ഒരു ക്രിസ്തീയ നിലപാടായിരുന്നു ഇതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ആദ്യകാല സഭാപിതാക്കന്മാരിൽ രണ്ടാമതായി നമ്മൾ നോക്കുന്നത് സഭ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ തെർത്തുല്യനെക്കുറിച്ചാണ്. 155 മുതൽ 220 വരെ AD. ലാറ്റിൻ ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആഭരണധാരണത്തെക്കുറിച്ച് ദ കൾട്ട് ഫെമിനിനം ഓൺ ദി അപ്പാരൽ ഓഫ് വിമൻ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആഭരണങ്ങളെ വെറും ഭൂമിയിലെ കഷണങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു: സ്വർണവും വെള്ളിയും ഈ ഭൂമിയിലെ വെറും മണ്ണാണ്. നരകതുല്യമായ കനികളിൽ കഠിനമായി പണിയെടുക്കുന്ന കുറ്റവാളികളുടെ കണ്ണീരിലൂടെയാണ് ഇവ പുറത്തെടുക്കുന്നത്. തീയിലിട്ട് ശുദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് മണ്ണ് എന്ന പേര് മാറി ഇവയ്ക്ക് സ്വർണം എന്ന പേര് ലഭിക്കുന്നത്. കനികളിൽ നിന്നുള്ള ഈ ഓട്ടക്കഷണങ്ങൾ പീഡനങ്ങളിൽ നിന്ന് അലങ്കാരങ്ങളായും ശിക്ഷകളിൽ നിന്ന് ആഭരണങ്ങളായും മാറുന്നു. അത് മാത്രമല്ല, ആഭരണം ധരിക്കാൻ വേണ്ടി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയെ അദ്ദേഹം വളരെ ശക്തമായി പരിഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, ചെവികളിൽ മനോഹരമായ മുറിവുകൾ ഉണ്ടാക്കുന്ന രീതി മനുഷ്യൻ കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്വന്തം സൃഷ്ടിയെ വേദനിപ്പിച്ചുകൊണ്ട് ആ ചെറിയ കുഞ്ഞുനാൾ മുതൽ വേദന സഹിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. എന്തിനാണ്? ആ വടുക്കളിൽ നിന്ന് വിലയേറിയ കല്ലുകൾ തൂക്കിയിടാൻ വേണ്ടി. ദൈവത്തിന്റെ സ്വാഭാവിക സൃഷ്ടിപ്പിനെ വേദനിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ കണ്ണീരിന്റെ ഫലമായ ലൗകിക വസ്തുക്കൾ ധരിച്ചുകൊണ്ടുമുള്ള അലങ്കാരം ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ചേർന്നതല്ല എന്നതായിരുന്നു തെർത്തുല്യന്റെ ശക്തമായ നിലപാട്. ആദ്യകാല സഭാപിതാക്കന്മാരുടെ നിലപാടുകളിൽ മൂന്നാമതായി നമ്മൾ നോക്കുന്നത് സഭ ചരിത്രത്തിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും ബിഷപ്പും രക്തസാക്ഷിയുമായിരുന്ന വടക്കേ ആഫ്രിക്കയിലെ വിശുദ്ധ സിപ്രിയന്റെ വാക്കുകളാണ്. 200 മുതൽ 258 വരെ ആഡ് വിശ്വാസികൾക്ക് ലഭിക്കേണ്ട യഥാർത്ഥ ആഭരണം പീഡനങ്ങളിലെ രക്തസാക്ഷിത്വമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയ ഓൺ ദി ഡ്രസ് ഓഫ് വെർജിൻസ്, കന്യകമാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്ന പ്രശസ്തമായ കൃതിയിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഒരു ക്രിസ്ത്യാനി ശരീരത്തിന്റെ പേരിൽ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് പീഡനങ്ങൾ സഹിക്കുമ്പോഴും തീയും ക്രൂശും വാളും വന്യമൃഗങ്ങളെയും നേരിടുമ്പോഴും മാത്രം പ്രശംസിക്കപ്പെടട്ടെ. അവയാണ് ശരീരത്തിന്റെ യഥാർത്ഥ വിലയേറിയ രത്നങ്ങൾ. അവയാണ് ഒരു വിശ്വാസിയുടെ ശരീരത്തിലെ ഏറ്റവും മികച്ച ആഭരണങ്ങൾ. അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത് ഇതാണ്: നിങ്ങൾ ജഡത്തെയും ലോകത്തെയും കീഴടക്കിയതുപോലെ സ്വർണത്തെയും കീഴടക്കുക. വലിയ കാര്യങ്ങളെ, ലോകത്തെ ജയിച്ചിട്ട് ആഭരണങ്ങൾ പോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കുന്നത് നിങ്ങൾക്ക് യോജിച്ചതല്ല. ബാഹ്യമായ തിളക്കത്തേക്കാൾ വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതകളാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ അലങ്കാരം എന്ന വലിയൊരു ആത്മീയ സത്യമാണ് വിശുദ്ധ സിപ്രിയൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ആദ്യകാല സഭാപിതാക്കന്മാരുടെ ശ്രേണിയിൽ നാലാമതായി നമ്മൾ നോക്കുന്നത് സഭ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ പ്രസംഗകനും കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പുമായിരുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിന്റെ വാക്കുകളാണ്. 347 മുതൽ 407 വരെ AD. പൊന്നാവുകാരൻ എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ദരിദ്രരെ സഹായിക്കാതെ സ്വർണവും സമ്പത്തും ആഭരണങ്ങളാക്കി പൂഴ്ത്തിവെക്കുന്നതിനെ അദ്ദേഹം വളരെ കഠിനമായി വിമർശിച്ചു. അദ്ദേഹം പ്രസംഗപീഠത്തിൽ നിന്നും വിശ്വാസികളോട് വിതുമ്പലോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്:
നിങ്ങളുടെ കൈകളിൽ വിലയേറിയ മോതിരങ്ങൾ തിളങ്ങുമ്പോൾ നിങ്ങളുടെ സഹോദരൻ വിശപ്പുകൊണ്ട് മരിക്കുകയാണ്. നിങ്ങളുടെ വിരലുകളിലെ സ്വർണം ഒരു ദരിദ്രന്റെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാമായിരുന്ന ഒന്നാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേവലം ശരീരത്തിന്റെ അലങ്കാരത്തിനായി പണം ധൂർത്തടിക്കുമ്പോൾ ചുറ്റുമുള്ള ദരിദ്രരെയും പട്ടിണി കിടക്കുന്നവരെയും കാണാതെ പോകരുത് എന്ന വലിയൊരു മാനുഷികവും ദൈവീകവുമായ പാഠമാണ് അദ്ദേഹം ഇവിടെ പതിപ്പിക്കുന്നത്. ആഭരണങ്ങൾക്കായി ചെലവഴിക്കുന്ന പണം പാവപ്പെട്ടവന്റെ വിശപ്പകറ്റാൻ ഉപയോഗിക്കണം എന്ന ചിന്തയും ചില വിശ്വാസികളെ ആഭരണങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. സഭാ ചരിത്രത്തിലേക്ക് വീണ്ടും നോക്കുമ്പോൾ 2ഉം 3ഉം നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ വളരെ പ്രായോഗികമായ ഒരു നിലപാട് കൂടി സ്വീകരിച്ചിരുന്നതായി കാണാം. അവർ ബാഹ്യമായ എല്ലാ അലങ്കാരങ്ങളെയും ആഭരണങ്ങളെയും പൂർണ്ണമായി നിരസിച്ചപ്പോഴും തികച്ചും പ്രായോഗിക ആവശ്യങ്ങൾക്കായുള്ള ഒരു മോതിരം ധരിക്കാൻ വിശ്വാസികൾക്ക് അനുവാദം നൽകിയിരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഇത് ഭംഗിക്കോ സൗന്ദര്യത്തിനോ വേണ്ടി ധരിച്ചിരുന്ന ഒന്നല്ലായിരുന്നു. മറിച്ച് അക്കാലത്ത് വീട്ടുസാധനങ്ങളും പ്രധാനപ്പെട്ട രേഖകളും സുരക്ഷിതമായി മുദ്രവെച്ച് പൂട്ടാൻ ഉപയോഗിച്ചിരുന്ന സൈനറ്റ് റിംഗ് അഥവാ മുദ്രമോതിരങ്ങളായിരുന്നു അവ. ഇത്തരം മുദ്രമോതിരങ്ങളിൽ അന്നത്തെ റോമൻ സംസ്കാരത്തിലെ വിജാതീയ ദൈവങ്ങളുടെയോ വിഗ്രഹങ്ങളുടെയോ ചിത്രങ്ങൾ പതിക്കാൻ സഭ അനുവദിച്ചില്ല. അതിനുപകരം താഴെ പറയുന്ന 3 ക്രിസ്തീയ പ്രതീകങ്ങൾ മാത്രം ആ മോതിരങ്ങളിൽ കൊത്തിവെക്കാൻ സഭാനേതാക്കൾ നിർദ്ദേശിച്ചു. മത്സ്യം, ഇക്തിസർ, യേശുക്രിസ്തു ദൈവപുത്രനായ രക്ഷകൻ എന്നതിന്റെ ആദ്യകാല ക്രിസ്തീയ അടയാളം. പ്രാവ്, പരിശുദ്ധാത്മാവിന്റെയും സമാധാനത്തിന്റെയും പ്രതീകം. കപ്പൽ നങ്കൂരം, ക്രിസ്തുവിലുള്ള അചഞ്ചലമായ പ്രത്യാശയുടെ പ്രതീകം. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ആദ്യകാല സഭ ഒന്നിനെയും അന്ധമായി എതിർക്കുകയായിരുന്നില്ല. ആഭരണങ്ങൾ ശരീരത്തെ അലങ്കരിക്കാനും അഹങ്കാരം വളർത്താനും ഉപയോഗിക്കരുത്. എന്നാൽ ദൈനംദിന ജീവിതത്തിലെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്ന കൃത്യമായ വേർതിരിവാണ് അവർ കാണിച്ചു തന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആദിമസഭയിൽ ആഭരണധാരണം പൂർണ്ണമായി വിലക്കിയിരുന്നുവോ? ഇതിനുള്ള ചരിത്രപരമായ ഉത്തരം ഇല്ല എന്നാണ്. ആദ്യകാല ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആഭരണം നിയമം മൂലം പൂർണ്ണമായി നിരോധിച്ചിരുന്നില്ല. എങ്കിലും അന്നത്തെ റോമൻ ജാതീയ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന അമിതമായ ആഡംബരങ്ങളിൽ നിന്നും ധൂർത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കാൻ വിശ്വാസികൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു ലളിത ജീവിതമാണ് നയിച്ചുപോന്നത്. റോമൻ സംസ്കാരത്തിലെ ഈ അമിതമായ ആഡംബരങ്ങൾക്കെതിരെയും ബാഹ്യ തിളക്കത്തിനെതിരെയും വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന 2 പ്രധാന ബൈബിൾ ഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഒന്നാമതായി 1 തിമോഥെയോസ് 2:9-10 വാക്യങ്ങൾ. സഭകളുടെ വാദം. പൗലോസ് അപ്പൊസ്തലൻ തിമോഥെയോസിന് എഴുതുമ്പോൾ സ്ത്രീകൾ സ്വർണം, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ട് തങ്ങളെ അലങ്കരിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥ വ്യാഖ്യാനം. ചരിത്ര പശ്ചാത്തലം. എഫേസോസ് സഭയിലെ ചില ധനികരായ സ്ത്രീകൾ ആരാധനാ യോഗങ്ങളിൽ വരുമ്പോൾ വലിയ രീതിയിൽ സ്വർണവും വില കൂടിയ മുത്തുകളും വസ്ത്രങ്ങളും ധരിച്ച് തങ്ങളുടെ പണം പ്രദർശിപ്പിച്ചിരുന്നു. ഇത് സഭയിലെ പാവപ്പെട്ട സ്ത്രീകളിൽ വലിയ അപകർഷതാബോധവും സഭയ്ക്കുള്ളിൽ ഭിന്നതയും ഉണ്ടാക്കി. ധൂർത്തും അഹങ്കാരവും ഒഴിവാക്കൽ. അക്കാലത്ത് മുത്തുകൾ എന്നത് സ്വർണത്തേക്കാൾ വളരെ വില കൂടിയ ആഡംബര വസ്തുവായിരുന്നു. പൗലോസ് ഇവിടെ എതിർക്കുന്നത് ആഭരണത്തെയല്ല, മറിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ആഡംബര ഭ്രമത്തെയും അഹങ്കാരത്തെയുമാണ്. യഥാർത്ഥ അർത്ഥം: സ്ത്രീകൾ സഭയിൽ വരുമ്പോൾ മാന്യമായ വസ്ത്രധാരണത്തോടെയും ലജ്ജാശീലത്തോടെയും വരണം. സ്വർണത്തേക്കാൾ അവർക്ക് അലങ്കാരമായിരിക്കേണ്ടത് അവരുടെ സൽപ്രവൃത്തികൾ ആയിരിക്കണം. വസ്ത്രധാരണത്തിലും ശരീര സംരക്ഷണത്തിലും ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കേണ്ട ലാളിത്യത്തെയാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി 1 പത്രോസ് 3:3-4 വാക്യങ്ങൾ. സഭകളുടെ വാദം. സ്വർണം ധരിക്കുന്നതുമല്ല നിങ്ങളുടെ അലങ്കാരം എന്ന് പത്രോസ് അപ്പൊസ്തലൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് വചനവിരുദ്ധമാണ് എന്നാണ്. യഥാർത്ഥ വ്യാഖ്യാനം. താരതമ്യ ശൈലി. പുരാതന ഗ്രീക്ക് ഭാഷയിലും ബൈബിൾ ശൈലിയിലും ഇതല്ല. അതുതന്നെയാണ് നോട്ട് എ ബട്ട് ബി എന്ന് പറയുന്നത്. ഒന്നിനെ പൂർണ്ണമായി നിരോധിക്കാനല്ല, മറിച്ച് രണ്ടാമത്തെ കാര്യത്തിന് കൂടുതൽ മുൻഗണന നൽകാൻ വേണ്ടിയാണ്.
ലോജിക്ക് അനുസരിച്ചുള്ള അപഗ്രഥനം ഈ വാക്യം പൂർണ്ണമായി വായിച്ചാൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1. തലമുടി പിന്നുക. 2. സ്വർണം ധരിക്കുക. 3. വസ്ത്രം ധരിക്കുക. സഭകളുടെ വാദം പ്രകാരം സ്വർണം ധരിക്കുന്നത് പാപമാണെങ്കിൽ തലമുടി പിന്നുന്നതും വസ്ത്രം ധരിക്കുന്നതും പാപമാകണം. അത് അസംബന്ധമാണ്. യഥാർത്ഥ അർത്ഥം ഒരു ക്രിസ്തീയ സ്ത്രീയുടെ യഥാർത്ഥ ഭംഗി ബാഹ്യമായ മേക്കപ്പിലോ ആഭരണങ്ങളിലോ അല്ല, മറിച്ച് സൗമ്യതയും ശാന്തതയുമുള്ള അവളുടെ നല്ല ഹൃദയത്തിലാണ് ആന്തരിക സൗന്ദര്യം ഉണ്ടാകേണ്ടത് എന്നാണ് പത്രോസ് പതിപ്പിക്കുന്നത്. മുടികെട്ടുന്നതും പൊന്നാഭരണങ്ങൾ അണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമായ പുറമേയുള്ള അലങ്കാരമല്ല നിങ്ങളുടെ അലങ്കാരം ആകേണ്ടത്. ശാന്തതയും സൗമ്യതയുമുള്ള ആത്മാവാകുന്ന അക്ഷയമായ അലങ്കാരത്തോടെയുള്ള ഹൃദയത്തിന്റെ ഗുപ്തമനുഷ്യൻ തന്നെ ആയിരിക്കണം. അതായത് വെറുമൊരു നിയമത്തിന്റെ പേരിൽ ആഭരണം ഉപേക്ഷിക്കുകയല്ല ആദ്യകാല വിശ്വാസികൾ ചെയ്തത്, മറിച്ച് ബാഹ്യമായ ഈ തിളക്കങ്ങളേക്കാൾ ശാന്തതയും സൗമ്യതയുമുള്ള ആന്തരിക സൗന്ദര്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന വചന സത്യം തിരിച്ചറിഞ്ഞ് അവർ സ്വമേധയാ ലളിത ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു. 1. ആദ്യകാലം സ്നേഹവും വിനയവും. ദി ഏർലി ഫേസ് വ്യത്യാസങ്ങൾ ഇല്ലാതാക്കൽ. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളിൽ ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്നതിന്റെയും അടയാളമായിരുന്നു. അപകർഷതാബോധം ഒഴിവാക്കൽ. സഭയ്ക്കുള്ളിൽ ആരാധനയ്ക്ക് വരുമ്പോൾ പാവപ്പെട്ടവർക്ക് തങ്ങൾ താഴെയുള്ളവരാണെന്ന തോന്നൽ ഉണ്ടാകരുത് എന്ന് അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചു. സ്വമേധയായുള്ള തിരഞ്ഞെടുപ്പ്. ഇതൊരു കൽപ്പനയോ നിർബന്ധിത നിയമമോ ആയിരുന്നില്ല. വിശ്വാസികൾ ദൈവസ്നേഹത്തെ പ്രതി സ്വയം തിരഞ്ഞെടുത്ത ഒരു ലളിത ജീവിത ശൈലിയായിരുന്നു. 2. പിൽക്കാലം ഭരണവും കടുംപിടുത്തവും നിയമമാക്കൽ. പിൽക്കാലത്ത് ചില സഭാ നേതാക്കളോ ഗ്രൂപ്പുകളോ ഇതിനെ ആത്മീയതയുടെ അളവുകോലായി മാറ്റി. നിയന്ത്രണം ഉറപ്പാക്കൽ. ആഭരണം ധരിക്കാത്തവരാണ് യഥാർത്ഥ ആത്മീയർ എന്ന് സ്ഥാപിക്കുന്നതിലൂടെ വിശ്വാസികളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നേടാനും സഭയുടെ അധികാരം നിലനിർത്താനും ചിലർ ഇത് ഉപയോഗിച്ചു. വ്യക്തിപരമായ താൽപര്യങ്ങൾ. ഈ ഘട്ടത്തിൽ സഭയിലെ തങ്ങളുടെ ഭരണം ഉറപ്പിച്ചു നിർത്താനും വിശ്വാസികൾ മറ്റ് ചിന്തകളിലേക്ക് പോകാതെ തങ്ങളുടെ വാക്കുകൾ മാത്രം അനുസരിക്കാനും ചില നേതാക്കൾ ഈ നിയമത്തെ കടുംപിടുത്തത്തോടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ തുടക്കം നല്ല ഉദ്ദേശത്തോടെയായിരുന്നുവെങ്കിലും പിന്നീട് ചിലയിടങ്ങളിലെങ്കിലും ഇത് വിശ്വാസികളെ ആത്മീയമായി നിയന്ത്രിക്കാനുള്ള ഒരു ആയുധമായി മാറി. ആഭരണം ധരിക്കുന്ന വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ബൈബിൾ പറയുന്നില്ല എന്നതാണ് വാസ്തവം. ചില വാക്യങ്ങൾ നോക്കാം. 1. രക്ഷയും സ്നാനവും ഹൃദയത്തിന്റെ തീരുമാനമാണ്. വചനത്തിന്റെ അടിസ്ഥാനം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനുള്ള യോഗ്യത ഹൃദയത്തിലെ വിശ്വാസവും വായാലുള്ള ഏറ്റുപറച്ചിലും മാത്രമാണ്. റോമർ 10:9 അതിന് ബാഹ്യമായ വസ്ത്രധാരണവുമായോ ആഭരണങ്ങളുമായോ ബന്ധമില്ല. എത്യോപ്യൻ ഷണ്ഡന്റെ ഉദാഹരണം. ഫിലിപ്പോസ് അപ്പൊസ്തലൻ എത്യോപ്യൻ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ഡന് യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും അവൻ വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ചെയ്തു. അപ്പൊസ്തല പ്രവൃത്തികൾ 8:36-38 ഒരു വലിയ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പക്കൽ ആഭരണങ്ങളോ രാജകീയ വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഫിലിപ്പോസ് അവ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. പകരം ഹൃദയത്തിലെ വിശ്വാസം മാത്രമാണ് നോക്കിയത്. 2. കൊലോസ്യർ 2:8 പ്രസക്തി ഇവിടെ വളരെ പ്രസക്തമാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നുകളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം. ദൈവവചനത്തിനു പുറമെ മനുഷ്യരുണ്ടാക്കിയെടുക്കുന്ന കർശനമായ നിയമങ്ങളും ആചാരങ്ങളും ക്രിസ്തുവിന്റെ ഉപദേശത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. ആഭരണം ധരിച്ചാൽ രക്ഷ കിട്ടില്ല എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ അത്തരം ഒരു സമ്പ്രദായം അല്ലെങ്കിൽ നിയമം മാത്രമാണ്. 3. സഭകളുടെ തടസ്സങ്ങൾ ദൈവത്തിന്റെ നിയമമല്ല. ചില സഭകൾ ആഭരണം ധരിക്കുന്നവർക്ക് സ്നാനമോ കർത്തൃമേശയോ നൽകാത്തത് ദൈവത്തിന്റെ കൽപ്പന കൊണ്ടല്ല, മറിച്ച് അവരുടെ സഭാ ഭരണഘടനയും മാനുഷിക നിയമങ്ങളും മൂലമാണ്. യേശുക്രിസ്തു തന്റെ ജീവൻ നൽകിയത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അവിടുത്തെ സ്നേഹത്തിൽ നിന്നും രക്ഷയിൽ നിന്നും ഒരു മനുഷ്യനെ വിലക്കാൻ ബാഹ്യമായ ഒന്നിനും കഴിയില്ല. ചുരുക്കത്തിൽ
ബാഹ്യമായ നിയമങ്ങളെക്കാൾ യേശു പ്രാധാന്യം നൽകുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ മാറ്റത്തിനാണ്. ആഭരണം ധരിക്കുന്ന ഒരാൾക്ക് യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കാനും അവിടുത്തെ അനുഗമിക്കാനും കഴിയും. ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് ചില പെന്തക്കോസ്ത് വിശ്വാസികൾ ആഭരണങ്ങൾ ധരിക്കാത്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ദൈവകൃപയാൽ. അടുത്ത വീഡിയോയിൽ ആഭരണധാരണത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള ചില പ്രധാന വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നും ഇത്തരം ദൈവവചന ചിന്തകൾക്കായി SJ Voice at Bahrain എന്ന ഈ ചാനൽ ഓർക്കുക. God bless you all.